പ്രേംകുമാറുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയതിന് പിന്നാലെ അനുനയ നീക്കവുമായി CPM. കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിനെ കാണാൻ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ വീട്ടിലെത്തി. പ്രേംകുമാർ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അക്ഷയ, പ്രേംകുമാറുമായുള്ള പ്രശ്നം പരിഹരിക്കണം എന്ന് CPM ആലോചിക്കുകയാണ്. അതിന്റെ നീക്കം തന്നെയാണ് കടകംപള്ളിയുടെ പ്രേംകുമാറിന്റെ വസതിയിലേക്കുള്ള യാത്ര. പക്ഷേ പ്രേംകുമാർ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എന്ന സൂചന അദ്ദേഹം തന്നെ ഇന്ന് നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. അതായത് മഹേഷ്, ഇന്ന് എന്തായാലും LDFന്റെ തെക്കൻ മേഖലാ ജാഥയുടെ സമാപനത്തിന് ശേഷമാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അതായത് ഈ CPMൽ നിന്ന് ഈ CPMനോടൊരു പ്രശ്നമുണ്ട് പ്രേംകുമാറിന് എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിരുന്നു. പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എത്തുമെന്നുള്ളൊരു വാർത്ത, KC വേണുഗോപാൽ പ്രേംകുമാറുമായി ബന്ധപ്പെട്ടു ഫോണിൽ സംസാരിച്ചു എന്നൊരു വാർത്ത ഇന്ന് ഉച്ചയോടെയാണ് വരുന്നത്. അതിനുശേഷമാണ് എന്തായാലും CPIMന്റെ നേതാക്കൾ അനുനയ നീക്കവുമായി എത്തിയത്. കടകംപള്ളി സുരേന്ദ്രനാണ് എന്തായാലും അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശനത്തിന് എത്തിയത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് പ്രേംകുമാറിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് നേതാക്കൾ എന്തായാലും ഒരു പക്ഷേ പ്രേംകുമാർ ഈ കോൺഗ്രസിലേക്ക് പോകുന്നതിന് സന്നദ്ധത അറിയിച്ചു എന്നുള്ള രീതിയിലൊക്കെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ, അതായത് പ്രേംകുമാറിനെ കാണാൻ ചെല്ലും എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതിനുശേഷമാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറുമായി ബന്ധപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അതായത് കോൺഗ്രസ് നേതാക്കളെയും അതുപോലെ തന്നെ CPMന്റെ നേതാക്കളെയും നിലവിൽ താനിപ്പോൾ കാണുന്നില്ല എന്നുള്ളൊരു തീരുമാനമാണ് പ്രേംകുമാർ എടുത്തിരിക്കുന്നത്. എന്താകും ഇനിയുള്ള നാടുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതായത് സച്ചിദാനന്ദന്റെ പരാമർശത്തിന് ശേഷം താൻ ആശാസമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് തന്നെ ഈ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണമായത് എന്നുള്ളതായിരുന്നു പ്രേംകുമാർ പറഞ്ഞിരുന്നത്. അത് സ്വാഭാവികമല്ല, അതൊരു സ്വാഭാവിക നീതിയല്ല എന്നുള്ളതാണ് പ്രേംകുമാർ പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് CPMനോട് ഒരു തരത്തിലുള്ള ഒരു വിമുഖത അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ CPMന്റെ ഭാഗമായി നിൽക്കുന്ന CPMന്റെ എല്ലാ തരത്തിലുള്ള തീരുമാനങ്ങളോടും ഐക്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രേംകുമാർ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അദ്ദേഹത്തെ തള്ളിക്കളയുക CPM നേതൃത്വത്തിന്, ജില്ലാ ഘടകത്തിന്, CPM ജില്ലാ ഘടകത്തിന്, തിരുവനന്തപുരം ജില്ലാ ഘടകത്തിന് ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും KC വേണുഗോപാലുമായി ഫോണിൽ സംസാരിച്ചു എന്നുള്ള ഒരു വാർത്ത വന്നതിനുടൻ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹവുമായി കാണാനും സംസാരിക്കാനും എല്ലാം തന്നെ തീരുമാനിച്ചത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് പ്രേംകുമാറിനെ, അതായത് കടകംപള്ളിക്ക് പ്രേംകുമാറിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇനി എന്താകും സംഭവിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മഹേഷ്. അക്ഷയ കൃഷ്ണാനന്ദാണ് വിവരങ്ങൾ നൽകിയത്. പ്രേംകുമാറുമായി കോൺഗ്രസ് ചർച്ച നടത്തിയതിന് പിന്നാലെ അനുനയ നീക്കവുമായി CPM എത്തുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തി. പക്ഷെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. എന്തായിരിക്കും പ്രേംകുമാറിന്റെ മനസ്സിൽ എന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. അക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.